സംസ്ഥാനത്തെ വില്ലേജ് ഓഫീസുകൾ സ്മാർട്ടാകുന്നുവെന്ന് കൊട്ടിഘോഷിക്കുമ്പോഴും ഇടുക്കിയിലെ ചക്കുപള്ളം വില്ലേജ് ഓഫീസിന്റെ അവസ്ഥ കണ്ടാൽ ആരും മൂക്കത്ത് വിരൽ വെച്ചു പോകും. സ്മാർട്ട് വില്ലേജ് ഓഫീസ് നിർമ്മിക്കുന്നതിന് വേണ്ടി പഴയത് പൊളിച്ചുമാറ്റി 2 വർഷം പിന്നിട്ടിട്ടും പുതിയ കെട്ടിടം പണിയാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. വാടക കുടിശ്ശിക ഉള്ളതിനാൽ താൽക്കാലിക കെട്ടിടത്തിൽ നിന്നും കുടിയിറക്ക് ഭീഷണിയിലാണ് ഉദ്യോഗസ്ഥർ. രണ്ടു വർഷം മുമ്പ് നിർമ്മിതി കേന്ദ്രം മുൻകൈയെടുത്ത് പഴയ കെട്ടിടം പൊളിച്ചു മാറ്റുമ്പോൾ നാട്ടുകാർ കരുതിയത് അത്യാധുനികമായ ഒരു ഓഫീസ് ഇവിടെ ഉയരുമെന്നാണ്. 50 ലക്ഷം രൂപയായിരുന്നു ഓഫീസിന്റെ നിർമ്മാണ പ്രവർത്തനത്തിനായി വകയിരുത്തിയിരുന്നത്. വില്ലേജ് ഓഫീസ് സമീപത്തെ സ്വകാര്യ കെട്ടിടത്തിലേക്ക് മാറ്റുകയും ചെയ്തു. എന്നാൽ കെട്ടിടം പൊളിച്ചതല്ലാതെ തുടർ നടപടികൾ ഒന്നും ഇവിടെ നടന്നില്ല. പൊളിച്ച കെട്ടിടത്തിന്റെ അവശിഷ്ടങ്ങൾ കരാറുകാർ തന്നെ കടത്തി. ഇന്നിവിടം സാമൂഹ്യ വിരുദ്ധരുടെ താവളമാണ്. ജില്ലയിലെ മറ്റു ഓഫീസുകൾ പണി പൂർത്തിയാക്കി ഉദ്ഘാടനം ചെയ്യപ്പെടുമ്പോഴും ചക്കുവള്ളത്തിന് മാത്രം എന്തേ ഈ ശാപം? മറുപടി ലളിതമാണ്. ബില്ല് കിട്ടാത്ത കരാറുകാരനും തിരിഞ്ഞു നോക്കാത്ത ഉദ്യോഗസ്ഥരും. എന്നാലിപ്പോൾ ഒരു 2.5 വർഷക്കാലമായി ഈ ഓഫീസ് പൊളിച്ചു കളഞ്ഞിട്ട് ഇതിന്റെ ഉണ്ടായിരുന്ന ഉരുപ്പടികൾ മുഴുവൻ ആർക്ക് വിറ്റു എന്താണെന്നുള്ളത് നമുക്കറിയത്തില്ല. ആ സാധനങ്ങളൊന്നും ഇപ്പോൾ കാണാനില്ല. തന്നെയല്ല ഇപ്പോൾ ഇവിടെ ഈ സാമൂഹ്യ വിരുദ്ധന്മാർക്കും ഇഴജന്തുക്കൾക്കും ഏകദേശം സഞ്ചരിക്കാവുന്ന നിലയിലേക്ക് ഈ സ്ഥലം മാറിയിരിക്കുകയാണ്. ഈ ടൗണിന്റെ ഒത്ത നടുക്ക് നല്ലൊരു ഓഫീസ് കെട്ടിടം ഉണ്ടായിരുന്നു പൊളിച്ചു കളഞ്ഞിട്ടാണ് ഈ ഉദ്യോഗസ്ഥന്മാർ, ഈ അധികാരികൾ, ഭരണാധികാരി ഈ നിലയിലുള്ള നിരുത്തരവാദപരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത്. ഓഫീസിലെ വിലപ്പെട്ട രേഖകളെല്ലാം ചാക്കിൽ കെട്ടിയാണ് സൂക്ഷിച്ചിരിക്കുന്നത്. പരിമിതമായ സൗകര്യത്തിൽ ജോലി ചെയ്യാൻ ഉദ്യോഗസ്ഥരും നന്നേ പാടുപെടുന്നു. വില്ലേജ് ഓഫീസിൽ നിന്ന് പരാതികളും കത്തുകളും ജില്ലാ കളക്ടർക്കും റവന്യൂ മന്ത്രിക്കും നൽകിയിട്ടുണ്ടെന്നാണ് ഉദ്യോഗസ്ഥർ പറയുന്നത്. പക്ഷേ നടപടി മാത്രം ഉണ്ടായില്ല. കഴിഞ്ഞ കുറെ മാസങ്ങളായി താൽക്കാലിക ഓഫീസിന്റെ വാടകയും കുടിശ്ശികയാണ്. ഇവിടെ നിന്നും കുടിയിറക്കപ്പെടാൻ അധികം സമയം വേണ്ട എന്നർത്ഥം. നിർമ്മിതി കേന്ദ്രം ബില്ലിനത്തിൽ ഭീമമായ തുക കരാറുകാരന് നൽകാനുണ്ട്. ഇക്കാരണത്താലാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കാൻ വൈകുന്നത് എന്നാണ് കരാറുകാരന്റെ വിശദീകരണം. ജനം, ഇടുക്കി.